2020 പുറത്തിറങ്ങിയ സൗത്ത് കൊറിയൻ ചലച്ചിത്രം ദ മെർമെയ്ഡ് പ്രിൻസ് ബിഗിനിങ്ങിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ഒരു ക്ലാസ് മുറിയിലാണ്. കുറച്ച് പെൺകുട്ടികൾ ഒന്നു ചേർന്നിരുന്ന് സംസാരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്കൊരു പെൺകുട്ടി ഓടിയെത്തി അവരുടെ ക്ലാസും വൈകാതെ മിക്സ്ഡ് ആക്കാൻ പോകുന്നു എന്ന വിവരം അവരെ അറിയിച്ചു. പെൺകുട്ടികളുടെ മാത്രം ക്ലാസ് മിക്സ്ഡ് ക്ലാസ് ആക്കാൻ പോകുന്നു എന്ന വിവരം കേട്ട് എല്ലാവരും തന്നെ എക്സൈറ്റഡ് ആയി. പക്ഷേ കൂട്ടത്തിൽ ജോവറ എന്ന പേരുള്ള ഒരു പെൺകുട്ടിക്ക് മാത്രം അത്ര വലിയ താല്പര്യം തോന്നിയില്ല. കാരണം ഒരു കൊല്ലം മുമ്പ് അവൾ ഒരു പ്രശ്നത്തിൽപ്പെട്ടിരുന്നു. കഥ അവിടെ നിന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. തന്റെ ബോയ് ഫ്രണ്ടിന്റെ ലോക്കറിൽ ലവ് ലെറ്റർ വെക്കുവാൻ വേണ്ടി ബോയ്സ് ഹോസ്റ്റലിലേക്ക് കടന്നു കയറിയിരുന്നു. പാർക്ക് എന്ന തന്റെ കാമുകന്റെ ബോക്സിലേക്ക് ലെറ്റർ വെക്കുന്നതിന് മുമ്പ് ചോയ് വോഹ്യുക് എന്ന പേരുള്ള സുന്ദരനായ ഒരു പയ്യൻ അവളെ കൈയോടെ പിടികൂടി. കാര്യം ചോദിച്ചപ്പോഴും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഓടിപ്പോരുകയായിരുന്നു ചെയ്തത്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആർക്കെന്ന് എഴുതാതെ വെച്ചിരുന്ന ലവ് ലെറ്റർ താഴെ വീണ് പോവുകയും ചെയ്തു. ആ ലവ് ലെറ്റർ എടുത്ത് വായിച്ച ചോയ് തനിക്കായാണ് വന്നത്, തന്നെയാണ് പ്രണയിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചു. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. താമസിച്ചിരുന്നത് തന്റെ ഇരട്ട സഹോദരനായ ജോ ഒസിയോക്കൊപ്പമായിരുന്നു. അറയുടെ ബാക്കിൽ നിന്നും സ്പെഷ്യൽ നോട്ട്സുകൾ കണ്ടെത്തിയ ജോ അത് വായിക്കാൻ ആരംഭിച്ചു. തന്റെ സഹോദരി അറയെ എങ്ങനെയും ഇറിറ്റേറ്റ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു ജോ അതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജോയും അറയും തമ്മിൽ അത്തരത്തിൽ ട്വിൻസ് ആണ് എന്ന കാര്യം അവരിരുവരുടെയും കൂട്ടുകാർക്ക് ആർക്കും തന്നെ അറിയുകയുമില്ലായിരുന്നു. അടുത്ത ദിവസം ക്ലാസ്സിൽ അറയുടെ ബെസ്റ്റ് ഫ്രണ്ടായ നിന വല്ലാതെ ചിരിച്ചിരിക്കുന്ന കാണാമായിരുന്നു. കാര്യം എന്തെന്നാൽ മെർമെയ്ഡ് പ്രിൻസസുമായി ഇടപഴകാൻ തനിക്കൊരു അവസരം കിട്ടുമല്ലോ എന്ന തരത്തിൽ അവൾ ചിന്തിച്ചു പറഞ്ഞു. മെർമെയ്ഡ് പ്രിൻസസ് എന്നറിയപ്പെട്ടിരുന്നത് ഹൈസ്കൂളിലെ മികച്ച സ്വിമ്മേഴ്സിനെയായിരുന്നു. അവർ നിരവധി കോമ്പറ്റീഷൻസും മെഡൽസും ഒക്കെ വിജയിച്ചിരുന്നു. അറിയപ്പെടുന്ന സ്കൂളിലെ 3 സ്വിമ്മേഴ്സിൽ ഒരാൾ ജോ ആയിരുന്നു. അറ അപ്പോഴും കഴിഞ്ഞ കൊല്ലം നടന്ന ലോക്കർ റൂം ഇൻസിഡന്റ് ജോ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടാവുമോ എന്ന ടെൻഷനിലായിരുന്നു. പോരാത്തതിന് ജോയും ക്ലാസ്സിലേക്ക് എത്തിയാൽ ജോയിയും താൻ സഹിക്കേണ്ട വരുമല്ലോ എന്ന ചിന്തയും അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ സ്കൂൾ ട്രാൻസ്ഫറിനായി ശ്രമിച്ചു. പക്ഷേ സെക്കൻഡ് സെമസ്റ്റർ അതിനോടകം സ്റ്റാർട്ട് ചെയ്തിരുന്നതിനാൽ അവളുടെ ട്രാൻസ്ഫർ ശ്രമം വിജയിച്ചില്ല. വൈകാതെ അത് സംഭവിച്ചു. അവരുടെ ക്ലാസ്സിലേക്ക് ആൺകുട്ടികൾ എത്തി. അറ പേടിച്ചിരുന്ന പോലെ ജോയ് അവളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അറയെ അവൻ തിരിച്ചറിയുകയും അറയ്ക്കടുത്ത് ചെന്ന് സംസാരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നായിരുന്നു ജോയ് ആദ്യമേ പറഞ്ഞത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടേയില്ല എന്ന് അറ പറഞ്ഞു. ഇതേ സമയം ജോയുടെ എക്സ് ഗേൾ ഫ്രണ്ട് യൂൻ യങ് അവരിരുവരും സംസാരിക്കുന്നത് കണ്ടിരുന്നു. അത് കണ്ട് അവൾക്ക് അസൂയ തോന്നി. അറ വന്നിരുന്നത് യൂന്റെ അടുത്തായിരുന്നു. യൂൻ അറയ്ക്കടുക്കൽ നീയും ജോയും ഡേറ്റ് ചെയ്യുവാണോ എന്ന് ചോദിച്ചു. ആ ചോദ്യം അറയെ വല്ലാതാക്കിയിരുന്നു. തനിക്ക് ജോയെ അറിയോ പോലുമില്ല എന്നായിരുന്നു അറ അവളോട് മറുപടിയായി പറഞ്ഞത്. പിന്നാലെ സ്വിമ്മിങ്ങിൽ നിന്ന് അല്പം ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്ന ജോയ് തന്റെ ഡോക്ടറെ കാണാൻ ചെന്നു. റെഗുലർ ചെക്കപ്പിനിടയിൽ ജോയുടെ ആരോഗ്യവും ഹാർട്ട് റേറ്റും ഒക്കെ മെച്ചപ്പെട്ടു വരുന്നതായും പക്ഷേ എങ്കിലും സ്വിമ്മിങ്ങിലേക്ക് തിരികെ പോവാറായിട്ടില്ല എന്നവനെ ഓർമ്മപ്പെടുത്തി. വൈകാതെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയായിരുന്നു. ജോയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിരുന്നു. പിന്നാലെയായിരുന്നു ജോയ് സ്വിമ്മിങ്ങിൽ നിന്ന് ബ്രേക്ക് എടുത്തത്. ആ കാര്യങ്ങൾ അത്രയും അവൻ എല്ലാവരിൽ നിന്നും രഹസ്യമാക്കി വെച്ചിരുന്നു. അന്നത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ പാർക്ക് യൂനിനായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. യൂനിനൊപ്പം ഒന്നിച്ച് പോവാൻ വേണ്ടിയായിരുന്നു അത്. അന്നൊന്നിച്ച് പോകുമ്പോൾ യൂൻ പാർക്കിനോട് എന്നും നീ എന്തിനാ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ എന്ന് ചോദിച്ചു. എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടാ എന്നായിരുന്നു അവന്റെ മറുപടി. പക്ഷെ അവൾക്ക് ചോയാണ് ഇഷ്ടം എന്നവളിൽ നിന്നും അവൻ മനസ്സിലാക്കിയതും അതിൽ നിന്ന് പിന്മാറാൻ അവൻ തയ്യാറാവുകയും തനിക്കിപ്പോൾ മറ്റൊരാളെ ഇഷ്ടമുണ്ട് എന്ന് പറയുകയും ചെയ്തു. അന്ന് വൈകുന്നേരം നീണ്ട ഒരു നടത്തമൊക്കെ കഴിഞ്ഞ് അറ അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ എത്തുമ്പോൾ അവിടെ ചോയുണ്ടായിരുന്നു. ചോയെ കണ്ട് അറ വല്ലാതായി. എന്നെ സ്റ്റോക്ക് ചെയ്തെന്തിനാ എന്റെ പുറകെ വരുന്നേ, ഇവിടെ നിന്ന് പോവാനായി ചോയോട് അറ ആവശ്യപ്പെട്ടു. പക്ഷെ നീയാണ് എന്നെ സ്റ്റോക്ക് ചെയ്യുന്നതെന്നും ഹോസ്റ്റലിൽ വെച്ച് നിന്നെ പിടികൂടിയ കാര്യമൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നും ചോയ് പറഞ്ഞു. നീ എനിക്ക് അന്നൊരു ലവ് ലെറ്ററും എഴുതിയില്ലേ എന്ന വിധത്തിൽ ചോയ് ചോദിച്ചപ്പോൾ ചിരിയോടെ അറ അത് അവനുള്ളതായിരുന്നില്ലെന്നും മറ്റൊരാൾക്കുള്ളതായിരുന്നെന്നും പറഞ്ഞു. അത് ചോയെ പെട്ടെന്ന് പരങ്ങലിലാക്കി. അവൻ അല്പം അസ്വസ്ഥനുമായി മാറിയിരുന്നു. പിന്നാലെ നീ എന്താ ഇവിടെ എന്ന തരത്തിൽ അറ ചോയോട് തിരക്കി. വൈകാതെ ആ അപ്പാർട്ട്മെന്റിൽ റൂം ഷെയറിങ്ങിനായി ചോയും കൂടിയിട്ടുണ്ട് എന്ന കാര്യം ഞെട്ടലോടെ അവൾ തിരിച്ചറിഞ്ഞു. പിന്നാലെ ചോയുടെ അടുക്കൽ ജോയ്ക്കും അറയ്ക്കും തങ്ങൾ ട്വിൻസ് ആണ്, സിബ്ലിങ്സ് ആണ് എന്നതിനെ പറ്റി പറഞ്ഞു മനസ്സിലാക്കാൻ തന്നെ കുറച്ചധികം നേരമെടുത്തു. പിന്നാലെ തങ്ങൾ സിബ്ലിങ്സ് ആണെന്ന കാര്യം സ്കൂളിലോ സുഹൃത്തുക്കൾക്കിടയിലോ വെളിപ്പെടുത്തരുത് എന്ന കാര്യവും അവർ അവനോട് ആവശ്യപ്പെട്ടു. അവിടെ താമസിക്കാൻ അവർ പറയുന്ന കണ്ടീഷൻ അംഗീകരിക്കേണ്ട കൊണ്ട് ചോയ് അതിന് തയ്യാറായി. പിന്നാലെ PE ക്ലാസ്സിൽ എല്ലാവരും ട്രാക്കിൽ ഓടുകയായിരുന്നു. ഓട്ടത്തിൽ മിടുക്കിയായിരുന്ന അറ വേഗത്തിൽ എല്ലാവരെയും കവർ ചെയ്ത് മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നു. അത്ലറ്റായിരുന്ന ചോയും മുൻനിരയിലുണ്ടായിരുന്നു. ചോയും അറയും ഒരേ ലെവലിൽ ഓടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഫിനിഷിംഗ് ലൈനിന് അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ചോയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയും അവൻ
അവൻ താഴെ വീഴുകയും ചെയ്തു. ഉടനടി തന്റെ ഓട്ടം നിർത്തി ചോയെ സപ്പോർട്ട് ചെയ്ത അറ അവനോട് ഡീപ് ബ്രെത്ത് എടുക്കാനും മറ്റും ആവശ്യപ്പെട്ടു. പിന്നീട് ക്ലാസ്സിലിരിക്കുമ്പോൾ ചോയെ സഹായിച്ചതിന് യുവൻ അറയോട് നന്ദി പറഞ്ഞു. പുറമെ സ്ട്രോങ് ആയും ഹാർഡായും ഒക്കെ ചോയെ തോന്നുമെങ്കിലും ചോയ ഒരു പാവമാണ് എന്നും അവൾ കൂട്ടിച്ചേർത്തു. അന്ന് വൈകുന്നേരം യുവൻ ചോയെ കണ്ടു. ചോയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന്റെ കാര്യമൊക്കെ തനിക്ക് അറിയാമെന്നും അതുകൊണ്ടാണ് നീ എന്നെ ഒഴിവാക്കിയത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ട് എന്നവൾ പറഞ്ഞു. നീ ആശുപത്രിയിലായപ്പോൾ ഞാൻ വന്ന് നിന്നെ കണ്ടെന്നും അന്നൊരുപാട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നെന്നും എല്ലാവരിൽ നിന്നും ഞാനും ഇത് സീക്രട്ടാക്കി വെച്ചോളാം എന്നും അവൾ കൂട്ടിച്ചേർത്തു. അത് കേട്ടതും ചോയ് യുവനിനടുത്തേക്ക് വരികയും അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. ഈ സമയം അങ്ങോട്ടേക്ക് എത്തിയിരുന്ന അറ അത് കണ്ടിരുന്നു. അവൾ അങ്ങനെ മറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്നാരോ അവളുടെ പിന്നിൽ നിന്ന് വലിച്ചു. അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അത് പാർക്കായിരുന്നു. പിന്നാലെ പാർക്ക് അവളെ പ്രപ്പോസ് ചെയ്തു. തങ്ങൾ ഇരുവരും ഒന്നിച്ചാൽ കാണാൻ വളരെയധികം നല്ലതായിരിക്കും എന്നാരോ അവന്റെ അടുക്കൽ പറഞ്ഞു എന്നവൻ പറഞ്ഞു. പെട്ടെന്നുള്ള പാർക്കിന്റെ പ്രപ്പോസൽ അറയെ വല്ലാതാക്കിയിരുന്നു. എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം അവൾ അതിശയിച്ചു നിന്നു. അടുത്ത ദിവസം യുവനും ചോയും പുറത്തൊരു റെസ്റ്റോറന്റിൽ പോയി. പണ്ട് ഡേറ്റിംഗിലായിരുന്നപ്പോൾ അവർ സ്ഥിരമായി പോയിരുന്ന റെസ്റ്റോറന്റ് ആയിരുന്നു അത്. അന്ന് ഓർഡർ ചെയ്തിരുന്ന ഭക്ഷണം തന്നെ യുവൻ റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോൾ ചോയ്ക്ക് അത് കഴിക്കാൻ സാധിക്കില്ലായിരുന്നു. അവന്റെ ആരോഗ്യസ്ഥിതിയായിരുന്നു അതിന് കാരണവും. റെസ്റ്റോറന്റിൽ നിന്നും പുറത്തെത്തിയ ശേഷം ചോയ് യുവനിന് ഫോൺ ചെയ്തു. തങ്ങൾ എത്ര ശ്രമിച്ചാലും തങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി പഴയ പോലെ ആവില്ലെന്നും മൂവ് ഓൺ ചെയ്യുന്നതാണ് നല്ലത് എന്നും അവർ പരസ്പരം സംസാരിച്ചു. തിരികെ പോകുമ്പോൾ ലിഫ്റ്റിൽ വെച്ച് യുവൻ പാർക്കിനെ കണ്ടു. ചോയുമായുള്ള തന്റെ റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്ന് യുവൻ പാർക്കിനോട് പറഞ്ഞു. പിന്നാലെ വേദനയോടെ പൊട്ടിക്കരയാനും ആരംഭിച്ചു. അടുത്ത ദിവസം ക്ലാസ്സിൽ യുവൻ തനിച്ചിരിക്കുന്ന കണ്ട് ചോയ് യുവനിന് മെസ്സേജ് അയച്ചു. പിയാനോ റൂമിലേക്ക് വരാൻ പറഞ്ഞായിരുന്നു അത്. പിന്നാലെ യുവൻ പിയാനോ റൂമിലേക്ക് എത്തി. ചോയ് അവളോട് കഴിഞ്ഞ ദിവസത്തെ കാര്യത്തിന് ക്ഷമ ചോദിക്കുകയും ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന് ശേഷം തന്റെ രുചിയുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ആ ഭക്ഷണം കഴിക്കാൻ പറ്റാതിരുന്നത് എന്നൊക്കെ പറയുകയും ചെയ്തു. പിന്നാലെ നമ്മുടെ റിലേഷൻഷിപ്പിന് ഒരു സെക്കൻഡ് ചാൻസ് കൂടി കൊടുത്തു നോക്കിയാലോ എന്ന തരത്തിൽ യുവൻ ചോയോട് ചോദിച്ചു. ചോയ്ക്കും അതിന് സമ്മതമായിരുന്നു. അടുത്ത ദിവസം ക്ലാസ്സിലെത്തിയ പാർക്ക് അറയ്ക്ക് മുമ്പിൽ ചെന്ന് അവൾക്കായി കുറെ ഡ്രിങ്കുകൾ കൈമാറി. പക്ഷെ ക്ലാസ്സിലുള്ള എല്ലാവരും ചിന്തിച്ചിരുന്നത് പാർക്ക് ഇതൊക്കെ പ്രവർത്തിക്കാൻ കാരണം ചോയെ അസൂയപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന തരത്തിലായിരുന്നു. യുവനിനെ വിഷമിപ്പിച്ചതിനും ആരോടും പറയാതെ അവൻ സ്വിമ്മിംഗ് നിർത്തിയതിലും അവന് ചോയോട് പരിഭവമുണ്ട് എന്നെല്ലാവർക്കും അറിയാമായിരുന്നു. അന്ന് വൈകുന്നേരം അര എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചോയ് അവൾക്കടുത്തെത്തി. അല്പം ന്യൂഡിൽസ് കഴിക്കാൻ പോയാലോ എന്ന് ചോദിച്ചു. പക്ഷെ താനില്ല, ചോയോട് പൊക്കോളാനുമായിരുന്നു അവളുടെ മറുപടി. പിന്നാലെ ചോയ് അറയുടെ ചിത്രങ്ങൾ എടുക്കാൻ ആരംഭിക്കുകയും അത് പാർക്കിന് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് അവളെ കളിപ്പിക്കാനും ആരംഭിച്ചു. പിന്നാലെ അതിന്റെ പേരിൽ അവർക്കിടയിൽ പിടിവലിയുണ്ടായി. ഈ സമയം നിലതെറ്റിയ അര ചോയുടെ മുകളിലേക്ക് വീണു. കുറച്ച് സെക്കൻഡുകൾ ഷോക്കിൽ അങ്ങനെ നിന്നുപോയെങ്കിലും പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്ത അറ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി. ശേഷം അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ജോ അരക്കെടുത്ത് പാർക്കിന്റെ പ്രപ്പോസൽ നിനക്ക് അക്സെപ്റ്റ് ചെയ്താലെന്താ എന്ന തരത്തിൽ ചോദിച്ചു. പിന്നാലെ അവനോട് മിണ്ടാതിരിക്കാനും തനിക്ക് റിലേഷൻഷിപ്പുകളിൽ താല്പര്യമില്ല എന്നുമായിരുന്നു അറ മറുപടിയായി പറഞ്ഞത്. ഈ സമയം അര ചോയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാകുന്നുണ്ടായിരുന്നു. ചോയ്ക്കും അരയ്ക്കുമേൽ ചെറിയ അട്രാക്ഷൻ ഒക്കെ തോന്നി തുടങ്ങിയിരുന്നു. അടുത്ത ദിവസം ക്ലാസ്സിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. പെൺകുട്ടികൾ ഡ്രസ് ചേഞ്ച് ചെയ്യേണ്ട സമയമായിരുന്നിട്ടും ആൺകുട്ടികൾ അതിന് സമ്മതിക്കാതെ ക്ലാസ്സിൽ തന്നെ നിൽക്കുകയായിരുന്നു. അതിന്റെ പേരിൽ ക്ലാസ്സിലേക്ക് കടന്നു വന്ന അറ വലിയ രീതിയിൽ വാക്കുതർക്കത്തിലേർപ്പെട്ടു. വാശിയിൽ അവൾ തന്റെ ഡ്രസ് അഴിക്കാൻ തുടങ്ങി. പക്ഷേ അറ തന്റെ ഡ്രസ് അഴിച്ച് തീരുന്നതിന് മുമ്പ് ചോയ് പെട്ടെന്ന് തന്റെ ഷർട്ട് ഉപയോഗിച്ച് അവളെ കവർ ചെയ്തു. അതൊക്കെ കണ്ട് മറ്റ് ആൺകുട്ടികൾ ക്ലാസ്സിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോയി. ചോയുടെ ആ പ്രവൃത്തിയിൽ അറയ്ക്ക് അവനോട് വലിയ താല്പര്യം തോന്നിയിരുന്നു. പക്ഷേ ഈ കാഴ്ച കണ്ട് യുവനിന് അസൂയയും കുശുമ്പും തോന്നി. അതുകൊണ്ട് തന്നെ അവൾ ഒരു പദ്ധതിയിട്ടു. പാർക്കിനോട് അറയ്ക്കൊപ്പം ഒരു ഡേറ്റിന് പോവാൻ യുവൻ ആവശ്യപ്പെട്ടു. ആ സമയം താൻ ചോയെ കാണാമെന്നും പാർക്കും അറയും റിലേഷൻഷിപ്പിലാണ് എന്ന് ചോയോട് കളവ് പറയാം എന്നുമായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത്. അത്തരത്തിലൊക്കെ നടക്കുകയും ഒടുവിൽ ചോയെ അറയെ അവോയ്ഡ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. തുടർച്ചയായപ്പോൾ എന്താ തന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നറ ചോയ്ക്കടുക്കൽ തിരക്കി. താനും യുവനും ഇപ്പോൾ വീണ്ടും റിലേഷൻഷിപ്പിലായി എന്നായിരുന്നു ചോയ് മറുപടിയായി പറഞ്ഞത്. അടുത്ത ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അറയുടെ ഒരു കൂട്ടുകാരി തന്റെ ബോയ് ഫ്രണ്ടിനൊപ്പം കരോക്കെ ബാറിൽ പോവാൻ പോവുകയാ, നീയും കൂടെ വരാമോ എന്ന് ചോദിച്ചു. അറയ്ക്കതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കൂട്ടുകാരി ആവശ്യപ്പെട്ടതല്ലേ എന്നോർത്തവൾ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. യുവൻ അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അരയെ ഒന്നുകൂടി അസ്വസ്ഥപ്പെടുത്താൻ ആലോചിച്ചിരുന്ന യുവൻ അന്ന് തന്നെ ചോയും കൂട്ടി അവർ പോയിരിക്കാൻ സാധ്യതയുള്ള അതേ മാളിലേക്ക് പോയി. അവിടെ വെച്ച് അര ഇരുവരെയും നോക്കിക്കണ്ടു. അവരിൽ നിന്ന് അവൾ മറഞ്ഞു നിൽക്കുകയും ചെയ്തു. ഈ സമയം പാർക്ക് അങ്ങോട്ടേക്ക് കടന്നു വന്നു. തന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് അവളോട് ചോദിച്ചു. തനിക്കിപ്പോഴും യുവനെയാണ് ഇഷ്ടമെന്നും പക്ഷേ യുവൻ ചോയെ പ്രണയിക്കുന്നു, എന്താ ചെയ്യുക എന്നവൻ അവൾക്കടുക്കൽ തിരക്കി. അത് കേട്ട് ആദ്യം ഒരൽപ്പം കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നാലെ പാർക്ക് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. യുവൻ ഹാപ്പിയായിരിക്കാൻ താനെന്താ ചെയ്യേണ്ടത്, തന്നെ സഹായിക്കാമോ
എന്നവൻ അവളോട് ചോദിച്ചു. ഇതേ സമയം നിനയുടെ ബോയ്ഫ്രണ്ട് കരോക്കെ ബാറിൽ എത്തിച്ചേർന്നിരുന്നില്ല. പിന്നാലെ അങ്ങോട്ടേക്ക് ജോ കടന്നു വന്നു. വൈകാതെ ജോക്ക് നിനയെ ആദ്യം തൊട്ടേ ഇഷ്ടമായിരുന്നു എന്നവിടെ വെച്ച് വ്യക്തമാവുകയായിരുന്നു. അന്ന് കരോക്കെ ബാറിൽ അവർ രസകരമായി സമയം ചിലവഴിച്ചു. പിന്നാലെ ഒന്നിച്ച് ഡേറ്റിന് പോവാനും തീരുമാനിച്ചു. അവരെല്ലാവരും ഒന്നിച്ച് ഒരു ദിവസം പുറത്തുപോയി. കണ്ടാൽ 3 കപ്പിൾസിന്റെ ഗ്രൂപ്പാണ് എന്നേ തോന്നുമായിരുന്നുള്ളൂ. പാർക്കും മരയും ഒന്നിച്ചിരിക്കുകയായിരുന്നു. താനും യൂനും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് എന്നാ സമയം പാർക്ക് പറഞ്ഞു. അന്നു മുതലേ യൂനിനെ തനിക്ക് ഇഷ്ടമാണെന്നും പക്ഷെ തന്റെ പ്രണയം അവളോട് തുറന്നു പറയാൻ തനിക്കൊരിക്കൽ പോലും ധൈര്യം കൈവന്നിട്ടില്ലെന്നും അവൻ കൂട്ടിച്ചേർത്തു. മുമ്പ് ചോയ് അവളെ പ്രപ്പോസ് ചെയ്ത് അവർ കപ്പിൾസ് ആയപ്പോഴും താൻ അവരെ ഡിസ്റ്റർബ് ചെയ്തിരുന്നില്ലെന്നും അവൾക്ക് നല്ലതാണല്ലോ സംഭവിക്കുന്നത് എന്നോർത്ത് സന്തോഷിക്കുകയാണ് ചെയ്തിരുന്നത് എന്നും പറഞ്ഞു. ഇപ്പോൾ ചോയ്ക്ക് യാഥാർത്ഥ്യത്തിൽ യൂനിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് തനിക്ക് അറിയാമെന്നും അതുകൊണ്ട് ഈ അവസരം തനിക്ക് ഉപയോഗിക്കണം എന്നും പാർക്ക് കൂടുതൽ വ്യക്തമാക്കി. പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ തനിക്കും ചോയോട് വേറെ താല്പര്യമൊന്നുമില്ലെന്നും വെറും ഫ്രണ്ടായി മാത്രമാ കാണുന്നത് എന്നും മര പറഞ്ഞു. ഈ സമയം മറ്റൊരിടത്ത് ചോയും യൂനും ഒന്നിച്ചു നടക്കുകയായിരുന്നു. പഴയ പോലെ യൂനിനോട് അടുപ്പമൊന്നും ചോയ്ക്ക് തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണമെന്നും ഫ്രണ്ട്സായി തുടരണം എന്നുമുള്ള ആഗ്രഹം അവൻ പങ്കുവെച്ചു. പക്ഷേ അത് കേട്ട് യൂൻ ഞെട്ടുകയും തകർന്നു പോവുകയും ചെയ്തു. നിറഞ്ഞ കണ്ണുകളോടെ അവൾ ചോയ് നോക്കി. പിന്നാലെ പൊട്ടിക്കരയുകയും ചെയ്തു. അതിനു പിന്നാലെ ചോയ് അരയെ ചെന്ന് കണ്ടു. നിന്റെ ഒപ്പം ഇടപഴകുമ്പോഴും നിന്റെ കൂടെ ഉള്ളപ്പോഴും എന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നു എന്ന് ചോയ് അവളോട് പറഞ്ഞു. എങ്കി വേഗം ഡോക്ടറെ കാണ് എന്നായിരുന്നു അവൾ മറുപടിയായി പറഞ്ഞത്. തമാശയല്ലെന്നും താൻ സീരിയസ് ആണ് എന്നും പറഞ്ഞ് അവൻ തന്റെ പ്രണയം തുറന്നു പറഞ്ഞതും അരയും മടിച്ചില്ല. പെട്ടെന്ന് ചോയെ ചുംബിക്കുക കൂടി ചെയ്തു. പിന്നീട് ചോയും അരയും കൂടി തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയം അര ചോയുടെ അടുക്കൽ നേരത്തെ താൻ ചുംബിച്ചില്ലേ അത് തനിക്കൊരു തെറ്റുപറ്റിയതാണ് എന്ന തരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. തനിക്ക് ചോയോടൊപ്പം നല്ല ഫ്രണ്ടായിരുന്നാൽ മാത്രം മതി എന്നും അവൾ കൂട്ടിച്ചേർത്തു. അത് ചോയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും അവൾ പറഞ്ഞത് അതാണല്ലോ, അതുകൊണ്ട് അത് അംഗീകരിക്കാൻ ചോയ് തയ്യാറായി. മറ്റൊരു വശത്ത് പാർക്ക് യൂനിനെ കാണുകയും യൂനിനോട് തന്റെ പ്രണയം തുറന്നു പറയുകയും ചെയ്തു. തനിക്കിങ്ങനെ അവളോടൊപ്പം വെറുമൊരു കൂട്ടുകാരനായിരിക്കാൻ താല്പര്യമില്ലെന്നും എന്നും അവളുടെ കൂടെ തന്നെ ഉണ്ടാവാനാ താൻ ആഗ്രഹിക്കുന്നത് എന്നും അവൻ കൂട്ടിച്ചേർത്തു. ഷോക്കായി നിന്ന യൂനിനെ അവൻ ചേർത്ത് പിടിക്കുകയും അവളുടെ മറുപടിക്കായി താൻ കാത്തിരിക്കുന്നു എന്നവളോട് പറയുകയുമുണ്ടായി. വൈകാതെ എക്സാം എത്തുകയായിരുന്നു. ചോയും അരയും ചേർന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആരംഭിച്ചു. ഇടവേളയിൽ ചോയ് അരയെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുകയും അവളുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു. ആ സമയം പെട്ടെന്ന് അവന് നെഞ്ചിൽ വേദന വന്ന് അവൻ മറിഞ്ഞു വീണു. വല്ലാതെ പാനിക്കായ അരയും ജോയും ചേർന്ന് അവനെ ഉടനടി അടുത്തുള്ള ക്ലിനിക്കിലെത്തിച്ചു. അവിടെ വെച്ച് ചോയ്ക്ക് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടന്നിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അവന് ഹൃദയവേദന വന്ന് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നും ഡോക്ടർ അവരെ അറിയിച്ചു. ആ വിവരം ജോയെയും അവളെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന്റെ കാര്യം ജോയ്ക്ക് അറിയുകയില്ലായിരുന്നു. നീ എന്താ ഇതിങ്ങനെ മറച്ചുവെച്ചത് എന്ന തരത്തിൽ ദേഷ്യത്തിൽ ജോ ചോയോട് ചോദിച്ചു. ആരെയും തനിക്ക് വറി ചെയ്യിപ്പിക്കണമെന്നുണ്ടായിരുന്നില്ലെന്നും അതുകൊണ്ടാണത് മറച്ചുവെച്ചത് എന്നുമായിരുന്നു ചോയുടെ മറുപടി. വൈകാതെ സുഖപ്പെട്ട ആശുപത്രിയിൽ നിന്നും വന്ന ചോയ് അടുത്ത ദിവസം സ്വിമ്മിംഗ് ക്ലബിലെത്തി. തനിക്ക് വീണ്ടും റീജോയിൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നാലെ പാർക്ക് അങ്ങോട്ടേക്ക് കടന്നു വരികയും ഒരു വിവരവും നൽകാതെ ക്ലബ്ബ് വിട്ടുപോയതിനെ പറ്റി ചോയെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. ഉത്തരവാദിത്തമില്ലാത്തൊരു മെമ്പറായും കോമ്പറ്റീഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ഒരുത്തനായും ചോയെ അധിക്ഷേപിച്ച് പാർക്ക് സംസാരിച്ചു. യൂനിനെ ഹേർട്ട് ചെയ്തതിന് പകരമായി പാർക്ക് ചോയ്ക്കെതിരെ റിവെഞ്ച് എടുക്കുകയാണ് എന്ന് അവിടെ വെച്ച് തന്നെ വ്യക്തമാകുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം അപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങുമ്പോൾ പാർക്കും യൂനും ഒന്നിച്ചു കണ്ടു. സംസാരിക്കുന്നതിനിടയിൽ കാര്യങ്ങൾ പുറത്തു വരികയും ആ സമയം യൂൻ പാർക്കിനടുക്കൽ ചോയുടെ മെഡിക്കൽ അവസ്ഥയെപ്പറ്റി പറയുകയുമുണ്ടായി. അത് കേട്ടതും പാർക്ക് വല്ലാതെ ദേഷ്യപ്പെട്ടു. അത്തരത്തിലൊരു വിവരം തന്നിൽ നിന്നും മറച്ചുവെച്ചതിന്റെ പേരിൽ യൂനിനെ അവൻ ശകാരിക്കുകയും ചെയ്തു. അടുത്ത ദിവസം സ്വിമ്മിംഗ് പൂളിൽ പാർക്ക് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് ചോയ് കടന്നു വന്നു. തന്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന്റെ കാര്യം പറയുകയും അത് അവനിൽ നിന്ന് മറച്ചുവെച്ചതിന് അവനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ആദ്യം പാർക്ക് ദേഷ്യത്തിലായിരുന്നു ചോയോട് ഇടപെട്ടത്. പിന്നാലെ ഒരു സ്വിമ്മിംഗ് റേസിന് ചോയ് പാർക്കിനെ ക്ഷണിച്ചു. ദേഷ്യത്തിൽ പാർക്ക് ആ വെല്ലുവിളി സ്വീകരിക്കുകയും ചെയ്തു. വൈകാതെ സ്വിം റേസ് നടന്നു. പക്ഷേ മധ്യത്തിൽ വെച്ച് ചോയ്ക്ക് വയ്യാതായിരുന്നു. പാർക്ക് അത് ശ്രദ്ധിച്ച് വേഗത്തിൽ അവനടുത്തേക്ക് എത്തുകയും അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ ചോയ് സുഖം പ്രാപിച്ചു വന്നു. അപ്പോഴേക്കും വിവരമറിഞ്ഞ് അരയും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഡോക്ടറുടെ വാക്ക് കേൾക്കാതെ നീന്തിയതിന് അര ചോയെ ശകാരിക്കാനും കുറ്റപ്പെടുത്താനും തുടങ്ങി. പിന്നാലെ മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയ അര ഒരു മൂലയിൽ നിന്ന് സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. ചോയ് അവൾ എത്രമാത്രം പ്രണയിക്കുന്നുണ്ടെന്നും അവനെപ്പറ്റി വറി ചെയ്യുന്നുണ്ടെന്നും അതിൽ നിന്നും വ്യക്തമായിരുന്നു. ഇതേ സമയം മറ്റൊരു വശത്ത് യൂൻ പാർക്കിനെ കാണുകയും ചോയുടെ കാര്യം മറച്ചുവെച്ചതിന് അവനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. പാർക്ക് അവളോട് ക്ഷമിക്കാൻ തയ്യാറായി. പിന്നാലെ അവന്റെ പ്രപ്പോസലിനുള്ള മറുപടിയും
അവൾ കൊടുത്തു. ഇരുവരും റിലേഷൻഷിപ്പിലേക്ക് എത്തിപ്പെട്ടു. കുറച്ച് നാളുകൾ കൊണ്ട് ചോയ് വല്ലാതെ മെച്ചപ്പെട്ടു. അവന്റെ ഹൃദയം പൂർണ്ണ ആരോഗ്യത്തിലെത്തി. സ്വിമ്മിംഗ് ക്ലബിൽ അവൻ റീജോയിൻ ചെയ്യുകയും തന്റെ ടീമിനൊപ്പം മത്സരത്തിൽ പങ്കെടുത്ത് മെഡൽ കരസ്ഥമാക്കുകയും ഉണ്ടായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ചോയും മരയും സ്വിമ്മിംഗ് പൂളിന് അടുത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. അവർക്കിടയിലേക്ക് അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കാര്യങ്ങളും കടന്നു വന്നു. പൂളിലേക്ക് എടുത്തു ചാടിയാൽ നിന്നെ ഞാൻ നീന്താൻ പഠിപ്പിക്കാം എന്ന് ചോയ് പറഞ്ഞു. പിന്നാലെ അര പൂളിലേക്ക് ചാടി. അര പൂളിൽ ഇറങ്ങിയതും അവളെ ചേർത്തു പിടിച്ച ചോയ് അവളോടുള്ള തന്റെ പ്രണയം തുറന്നു പറഞ്ഞ് പ്രപ്പോസ് ചെയ്തു. പിന്നാലെ ചോയെ ഏറെ പ്രണയിച്ചിരുന്ന അര അവന്റെ പ്രണയം സ്വീകരിക്കുകയും താനും അവനെ ഏറെ പ്രണയിക്കുന്നു എന്ന കാര്യം തുറന്നു പറയുകയും ചെയ്തു. ഇരുവരും സ്വിമ്മിംഗ് പൂളിൽ വെള്ളം തെറിപ്പിച്ച് കളിതമാശയിൽ ഏർപ്പെട്ടു നിൽക്കുന്ന ദൃശ്യങ്ങളോടെ മിനി സീരീസ് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.